ഇന്ന് വളരെ യാദൃശികമായിട്ട് കിട്ടിയ ഒരു ട്രിപ്പ് അതിലോട്ട് പോകാൻ പോവാണ്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചു ഇവിടെ ട്രിവാൻഡ്രത്ത് അടുത്ത സ്ഥലങ്ങളൊക്കെ കറങ്ങിയാലോ. പിന്നെ പെട്ടെന്ന് വിചാരിച്ചു പൊന്മുടി പോകാം, കാരണം നല്ല വെതറാണ്. ഇപ്പോൾ പൊന്മുടി പോയാൽ എങ്ങനെയായിരിക്കും? ഇത് ആക്ച്വലി ജൂലൈ ആണ്. അപ്പോൾ ജൂലൈയിൽ പൊന്മുടി ഞങ്ങൾ പോയിട്ടില്ല. മാത്രമല്ല നല്ല വെതറാണ്. ഈ സമയത്ത് പോയാൽ പൊന്മുടി എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാൻ പോകുന്നു. അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും ഉണ്ട്. ഞങ്ങളുടെ 2 വീലറിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ ബ്രദർ. അവൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. 2 ദിവസം കഴിഞ്ഞ് അവൻ തിരിച്ചു പോകും. അപ്പോൾ പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എത്ര മഴയാണെങ്കിലും നമ്മൾ അവിടെ എത്തും, ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു ഡിറ്റർമിനേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ യാത്ര? പിന്നെ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷനാണ്. ഇഫ് യു ആർ കമ്മിങ് ടു ട്രിവാൻഡ്രം, ട്രിവാൻഡ്രത്ത് കറങ്ങാനോ, നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരല്ല, തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോലും നിങ്ങൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ പൊന്മുടി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയൊക്കെയാണ്. ഇതൊരു ആറാണ്, മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം പോകുന്നൊരു നദിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ചെറുപ്പത്തിൽ കാറിൽ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അല്ലാതെ ഞാനിവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. വലിയ പൊന്മുടിയെക്കുറിച്ചുള്ള വലിയ മെമ്മറീസൊന്നും എനിക്കില്ല. വഴുക്കലുള്ള പാറകൾ, ആഴമേറിയ കായങ്ങൾ, ഈ ഭാഗത്ത് നദിയിൽ ഇറങ്ങുന്നവർ സൂക്ഷിക്കുക, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. അത് മാത്രമല്ല, അത് ഈ ചീവിടിൻ്റെ സൗണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി മാക്സിമം അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് രസം, സത്യം പറഞ്ഞു. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ആ സ്ഥലത്തെത്തിയിട്ട് യാതൊരു ഫണ്ണും ഉണ്ടാവില്ല. എനിക്കിവിടെ നിന്നപ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. കുറേ നേരം ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ ജാക്കറ്റ് എടുത്തിട്ടു. നേരത്തെ നിങ്ങൾ കണ്ട ടീഷർട്ട് എൻ്റെ വൈഫ് എനിക്ക് മേടിച്ചു തന്ന ടീഷർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരാണ് എന്നോട് പറഞ്ഞത് ഇന്ന് ഈ ടീഷർട്ട് ഇട്ട് പോകാനായിട്ട്. അപ്പോൾ അതിട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷേ തണുപ്പ് കാണുമെന്ന് വിചാരിച്ചില്ല. ജസ്റ്റ് കയറി തുടങ്ങിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഇതായിട്ട് മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങ മുട്ടായി മേടിച്ചത് ഉപകാരമായി. കാരണം ജസ്റ്റ് മുകളിൽ കയറിയപ്പോഴത്തേക്കും ഈ ചെവി ഒന്ന് അടക്കും. അപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ മിഠായി കഴിച്ചാൽ പെട്ടെന്ന് അത് പോകുന്നു. നാരങ്ങ മിഠായി കഴിച്ചു, ഇതുവരെയും ചെവി അടഞ്ഞത് പോയില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യാത്ര തിരിക്കുന്നു മുകളിലോട്ട്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഏകദേശം പൊന്മുടിക്ക് പോകുന്ന വഴിക്ക് ഒരു 22 എയർപിന്നുണ്ട്. എയർപിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറുന്ന കയറ്റങ്ങൾ, എയർപിൻ പോലത്തെ കയറ്റങ്ങളാണ്. അപ്പോൾ അതിലേകദേശം ഒരു 10 എണ്ണം അടുപ്പിച്ചായപ്പോഴത്തേക്കും അകത്തോട്ട് ചെറിയൊരു സ്പേസ്. അപ്പോൾ നമുക്കൊരു അഡ്വഞ്ചർ തോന്നി. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് മൂവ് ചെയ്താലോ ഒന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറുകയാണ് നമ്മൾ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കും.
ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് കേട്ടോ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഈ സൗണ്ടാണ് ആംബിയൻസിന് നമ്മളെ എന്താ പറയുക, ഈ ആംബിയൻസിന് ഒരു ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഈ സൗണ്ടും പിന്നെ ഈ ചെറിയൊരു തണുപ്പും ആ ഒരു ഇരുട്ടും നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക ത്രില്ലടിക്കും. സൂപ്പർ ആംബിയൻസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് പലർക്കും അറിയത്തില്ല ഇങ്ങനൊരു സ്ഥലമുള്ളതായിട്ട്. എനിക്ക് പറഞ്ഞാൽ അവിടെ നോക്കണം, എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഞാൻ വെള്ളത്തിലൊന്നും ഷൂസ് ഇട്ടിട്ട് മേലോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം കംപ്ലീറ്റ് കുപ്പി പൊട്ടിക്കിടക്കുന്ന കഷ്ണങ്ങളാണ്. ഇവിടെ പൈമാരി ഒന്ന് സ്മോൾ അടിച്ചിട്ട് കളഞ്ഞിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. നിങ്ങളൊരിക്കലും അത് ചെയ്യരുത്. കാടിനെ സംരക്ഷിക്കുക. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസോ ആൽക്കഹോളോ ലിക്കറോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഫയർ തടയുക. ആ കാണുന്നതാണ് റോഡ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് താഴോട്ട് ഇറങ്ങുക. എന്നിട്ട് ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് എൻജോയ് ചെയ്തിട്ട് പോകും. ടീ പ്ലാന്റേഷൻസ് ആണ് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. ട്രിവാൻഡ്രത്തിന് പുറത്തുള്ള ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്ത് കൂടാത്തൊരു സ്ഥലമാണ് പൊന്മുടി ഹിൽ സ്റ്റേഷൻ. വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് സെന്റേഴ്സ് ടൂറിസ്റ്റ് സെന്റർ എന്ന് വേണമെങ്കിലും പറയാം. ഇത്രയും കാലമായിട്ട് വളരെ കുറച്ച് പ്രാവശ്യം ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ് കാണിക്കാനല്ല ഞാനിപ്പോൾ ചവിട്ടിയത്. എൻ്റെ കാലിൽ മറ്റേ കൊളകെട്ട കഴിച്ച് ഇപ്പം ഷൂസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇതിനകത്ത് മറ്റു കൊളകെട്ട. അപ്പോൾ ഈ കാട്ടിനിടയിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക, കൊളകെട്ട കടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെ ഇവിടെയാണ് കടിച്ചത്, പക്ഷെ കുഴപ്പമില്ല, അത് പോയി. ഓക്കെ, നല്ല മഞ്ഞാണ്. വീഡിയോസ് എത്രത്തോളം നന്നായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എത്രയും പെട്ടെന്ന് മോളിൽ പോവാം. കാരണം മണി ഇപ്പോൾ 4 മണി, 5-5:30 വരെ അവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് പോകാം.
നേരം കൊണ്ടാണ് ഇവിടുത്തെ മഞ്ഞ് മാറി ഇത്രയും ഭംഗി കാണാൻ പറ്റിയത്. ശരിക്കും മഞ്ഞുള്ളതിനേക്കാൾ സൗന്ദര്യം മഞ്ഞില്ലാതെ. ക്യാമറ നന്നായി കിട്ടിയ കാറ്റല്പം കുറഞ്ഞിട്ടുണ്ട്. ഈ കാറ്റ് കുറഞ്ഞ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇപ്പൊ 4:45 ഇവിടുന്ന് പോകാനായിട്ടുള്ള സമയമായി. എനിക്കിവിടെ 5 മണി വരെ പെർമിഷൻ ഉള്ളൂ, 5-5:30 വരെ പെർമിഷൻ ഉള്ളൂ. കയറി വന്ന സമയത്തുള്ള ആ ഒരു എന്താ പറയാ മൂടൽമഞ്ഞ് ഇപ്പൊ ഇല്ല. ശരിക്കും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് ഇല്ലാത്തതാണ് കുറച്ചുകൂടെ ഭംഗി, കാരണം നമുക്ക് ഈ ഗ്രീനറി ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ശരിക്കും അവിടെയാണ് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നടന്ന് ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് പിള്ളേരെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനപ്പുറത്ത് നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മണി ഏകദേശം 5:15 ടൈം അവസാനിക്കാറ്. എന്നാലും അവിടെ ഒന്ന് പോയിട്ട് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കും. ഓക്കെ.